നമസ്കാരം എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. എനിക്ക് റീസെൻ്റ്ലി അല്ല കുറേ നാളായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് DM വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അവർക്ക് ഇപ്പോൾ ബിസിനസ് നടത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാനും ബിസിനസ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ലാപ്ടോപ്പ് ഏതാണ്? നമുക്ക് അധികം ലാപ്ടോപ്പുകൾ കിട്ടാത്തതുകൊണ്ടാണ് ലാപ്ടോപ്പ് വീഡിയോകൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയത്. ബട്ട് നമ്മൾ ഇനി മുതൽ മേക്കപ്പ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒരു നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം, ഭയങ്കര ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം, നല്ല ബാറ്ററി ബാക്കപ്പ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ലെനോവോ തിങ്ക്പാഡ് P14s Gen 5 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലാപ്ടോപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഞാൻ ഈ ഒരു ലാപ്ടോപ്പ് ബെസ്റ്റ് ആണെന്ന് പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നായിരിക്കും ഈ കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും എൻ്റെ ഒരു റിവ്യൂ ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾക്ക് പറ്റിയതാണോ, നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ അകത്ത് നിൽക്കുന്നതാണോ എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഡിസൈനെയും ഡിസ്പ്ലേനെയും പറ്റിയാണ് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ തവണ ഞാനിട്ടൊരു ലാപ്ടോപ്പ് വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്, ഇതിൻ്റെ അകത്ത് IPS ഡിസ്പ്ലേ, ആ ഡിസ്പ്ലേ, ഈ ഡിസ്പ്ലേ കുറേ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഇതെന്താണ് ഈ ഫീച്ചേഴ്സ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാമെന്നുള്ളത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ലാപ്ടോപ്പിനെ പറ്റി നോളജ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഒരു 14-inch WUXGA IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. 400 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. എന്താണ് WUXGA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യൂഷ്വലി വരുന്ന ലാപ്ടോപ്പിൻ്റെ എല്ലാം റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1920x180 ആണ്. എന്നാൽ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1920x1200 ആണ്. ദാറ്റ് മീൻസ് ഇതിന് പൊക്കം സ്ലൈറ്റ്ലി, അതായത് ആവറേജ് ആയിട്ട് നമ്മൾ കാണുന്ന പല ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയിൽ നിന്നും പൊക്കം കുറച്ച് കൂടുതലായിരിക്കും. എന്താണ് ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒറ്റ ഡോക്യുമെൻറ്റും അതുപോലെ തന്നെ വേർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് ബുദ്ധിമുട്ടേണ്ടി വരില്ല. യൂഷ്വലി ഉള്ള പല ലാപ്ടോപ്പിൻ്റെ അകത്തും, ഈവൻ എൻ്റെ മാക്ബുക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യേണ്ടി വരും ഒരുപാട്. എന്നാൽ ഇതിൻ്റെ അകത്ത് അങ്ങനെ വരില്ല. ഒരൊറ്റ പേജിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കിട്ടും, കാരണം കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. ഇനി 400 nits എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈറ്റ്നസിൻ്റെ ലെവലാണ്. അപ്പോൾ 400 nits എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ക്രീൻ ബ്രൈറ്റ്നസ് ആയിരിക്കും. അതായത് നിങ്ങൾ ബ്രൈറ്റ് ലൈറ്റിലോ അല്ലെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല ലൈറ്റ് വരുന്ന ഒരു ഓഫീസ് സ്പേസിലോ ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് വ്യൂയിങ് ആംഗിളിലോ അല്ലെങ്കിൽ വ്യൂയിങ്ങിലോ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. അടുത്തെനിക്ക് ഈ ലാപ്ടോപ്പിൽ എടുത്ത് പറയണമെന്ന് തോന്നിയത് ഇതിൻ്റെ കീബോർഡാണ്. ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഭയങ്കര സുഖമാണ് അതിനകത്ത് ടൈപ്പ് ചെയ്യാനായിട്ട്. യെസ്, ഞാൻ ഒരുപാട് ലാപ്ടോപ്പിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ പൊതുവെ ടൈപ്പ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം വെച്ചാൽ കുറച്ച് പാടാണ്. അതിൻ്റെ അതൊരു ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻസിലാണ് അതിൻ്റെ നംപാഡും അതിൻ്റെ കീബോർഡ് മൊത്തം റീഅറേഞ്ച് ചെയ്തിട്ടുള്ളതും ആ ബട്ടൺസും. എന്നാൽ നമുക്ക് സ്പീഡിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഭയങ്കര ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ളൊരു കീബോർഡ് വേണം. എന്നാൽ നമ്മുടെ തിങ്ക്പാഡിൻ്റെ അകത്ത് വളരെ നല്ല കീബോർഡാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്ത് വരുന്ന വേറെ കുറച്ച് ഫീച്ചറാണ് Wi-Fi 6E, Bluetooth 5.3, അതുപോലെ തന്നെ 4 USB പോർട്ട്. അതിൻ്റെ അകത്ത് Wi-Fi 6Eയുടെയും Bluetooth 5.3 എന്താണ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ആക്സസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫറും ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം 4 USB പോർട്ട് എന്തിനാണ്? നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. അടുത്ത മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബ്രെയിൻ. ഇതിൻ്റെ അകത്ത് AMDയുടെ Ryzen 7 Pro 8840HS എന്നുള്ളൊരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. 8 കോർ 16 ത്രെഡ് ഉണ്ട്. സോ ഈ 8 കോർ 16 ത്രെഡ് എന്നുള്ളത് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട. ഞാൻ അതായത് ഈ കോഴ്സ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാം. എന്നാൽ ഇവിടെ ഫെയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കിടിലം പെർഫോമൻസ് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. AMD Radeon 780M ഗ്രാഫിക്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് അത്ര ഭയങ്കര പെർഫോമൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ബട്ട് സ്റ്റിൽ മാനേജബിൾ. നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവ് വർക്കാവും. നിങ്ങൾക്ക് പ്രീമിയർ പ്രോ ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം വേണ്ട എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം വേണ്ട ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. ഗെയിം കളിക്കുന്നതും എഡിറ്റിങ്ങും ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റാന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ വേർഡ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ChatGPT ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ ക്രോമിനകത്തൊരു 100 ടാബ് ഓപ്പൺ ആയിരിക്കും. ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രെയിൻ വേണം. അത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന എല്ലാ ലാപ്ടോപ്പുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, അതിനകത്തൊരു AI ഇൻ്റഗ്രേഷൻ ഇപ്പോൾ ഏത് ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ അവർ കൊടുക്കാറുണ്ട്. നമ്മുടെ ലെനോവയും ഇതിൻ്റെ അകത്ത് ഒരു AI ഇൻ്റഗ്രേഷൻ കൊടുത്തിട്ടുണ്ട്. Ryzen AI എന്നാണ് ഇതിൻ്റെ പേര്. സോ Ryzen AI ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന്, AI പവേർഡ് മൾട്ടി ടാസ്കിങ്. ഈ AI പവേർഡ് മൾട്ടി ടാസ്കിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ നിങ്ങളൊരു വേർഡ് ഡോക്യുമെൻ്റ് ഒരു എഗ്രിമെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു 10 ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
അതിനകത്ത് ഏത് ആപ്ലിക്കേഷൻ ആണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യമുള്ളത് എന്ന് ഈ റൈസൻ AI നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലാക്കി അത് പഠിച്ചതിന് ശേഷം ഏത് ആപ്ലിക്കേഷൻ ആണോ കൂടുതൽ എനർജി അല്ലെങ്കിൽ പവർ വേണ്ടത് ആ ആപ്ലിക്കേഷന് പവർ കൂടുതൽ കൊടുക്കും. ഇത് ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിയുന്ന സമയത്ത് ആഫ്റ്റർ കപ്പിൾ ഓഫ് വീക്സ് ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ വർക്കിംഗ് പാറ്റേൺ വെച്ച് പഠിച്ചെടുക്കുന്നതാണ്. അതല്ലാതെ നിങ്ങളൊരു ഫീച്ചർ എനേബിൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വൺസ് യു സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ദിസ് ലാപ്ടോപ്പ് അത് ഓട്ടോമാറ്റിക്കലി പഠിച്ച് നിങ്ങൾക്ക് വേണ്ട എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മൾട്ടി ടാസ്കിംഗ് ഫ്ലോ ലാപ്ടോപ്പിനെ ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ AI അസിസ്റ്റഡ് ക്രിയേറ്റിവിറ്റി. ദാറ്റ് മീൻസ് നിങ്ങൾ എന്തെങ്കിലും ഡിസൈനിങ് വർക്ക്സോ എഡിറ്റിങ്ങോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ AIക്ക് നിങ്ങളുടെ വർക്ക് ബെറ്റർ ആക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മൂന്നാമത്തത് AI കൂളിംഗ് സിസ്റ്റം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഓവർ ഹീറ്റ് ആവാതെ ഇതിൻ്റെ അകത്തുള്ള കൂളിംഗ് ഫാനുകളെ ഈ AI ആയിരിക്കും കൺട്രോൾ ചെയ്യുക. ദാറ്റ് മീൻസ് എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നിങ്ങളുടെ ലാപ്ടോപ്പ് ചൂടാവില്ല എന്നർത്ഥം. നെക്സ്റ്റ് സെക്ഷൻ ഇതിൻ്റെ അകത്ത് വരുന്ന അടുത്തൊരു ഫീച്ചറാണ് നമ്മുടെ സെക്യൂരിറ്റി പാർട്ട്. അതായത് നമുക്ക് ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ചെയ്യുന്ന ക്ലയൻസ് ആവട്ടെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ആളാവട്ടെ, ഇവരുടെ എല്ലാം ഡേറ്റാസ് നമ്മുടെ കയ്യിൽ സെക്യൂർ ആയിരിക്കണം. AMD മെമ്മറി കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ അതിനകത്തുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കും, ഹാക്കേഴ്സിന് ഹാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ സെക്യൂർ ബൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾ ഓൺ ആക്കുന്ന സമയത്ത് സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമായിരിക്കും റണ്ണായി കയറി വരുന്നത്. നിങ്ങൾക്ക് വേറെ ആഡ്വേഴ്സോ അല്ലെങ്കിൽ ജങ്ക്വേഴ്സോ ഒന്നും ഉണ്ടാവില്ല. ദെൻ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ലാപ്ടോപ്പിൻ്റെ അകത്ത് ക്യാമറ ഉണ്ടല്ലോ. നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ക്യാമറയുടെ അവിടെയായിട്ട് ഒരു പ്ലാസ്റ്റിക് ടേപ്പ് ഒക്കെ ഒട്ടിച്ച് വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു പ്രൈവസി ഷട്ടർ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് ക്ലോസ് ചെയ്ത് വെക്കാം. സോ നിങ്ങൾ ആരെങ്കിലും സ്പൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഫൈനൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ലാപ്ടോപ്പ് ആർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്? ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ലൈക്ക് വർക്ക് ചെയ്യുന്നവർ, അതായത് ഓഫീസ് വർക്കുകൾ ചെയ്യുന്നവർ, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ദെൻ നിങ്ങൾ ഓട്ടോ ക്യാഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ബെസ്റ്റാണ്. ആർട്ടിസ്റ്റുകൾ, ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ എൻജിനീയേഴ്സ്, 3D മോഡലൊക്കെ ചെയ്യുന്നവർക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ, ഇപ്പോൾ ഓട്ടോ ക്യാഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് എന്ന് ഞാൻ പറയും. മൊത്തത്തിൽ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ ലെനോവോ തിങ്ക്പാഡ് P14s Gen 5 എന്ന് പറയുന്നത് ഒരു നല്ല ലാപ്ടോപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ലാപ്ടോപ്പാണ്. ഞാൻ ഈ പറഞ്ഞ സെക്ഷൻസിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വീഡിയോ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളിപ്പോൾ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്നവർ, നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഒരു ലാപ്ടോപ്പ് വേണം, അതുപോലെ തന്നെ ആർക്കിടെക്ചറാണ്, ഡിസൈനിങ് വർക്കുകൾ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓടിപ്പോയി പർച്ചേസ് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആൻഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വെച്ചിരിക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഇത് സ്യൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. നല്ല സോളിഡ് ആയിട്ടുള്ള ലാപ്ടോപ്പാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു പ്രൊസസ്സറുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ നിങ്ങളുടെ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഈ ലാപ്ടോപ്പിനെ കുറിച്ചോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഞാനല്ലെങ്കിൽ എൻ്റെ ടീം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു.